ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. 9th സ്റ്റാൻഡേർഡിൻ്റെ ഹിന്ദി മാറി വന്ന പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് അടങ്ങിയ വീഡിയോകൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദി. നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ പാഠമാണ്, അതായത് ഫസ്റ്റ് യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ബഹുത്ത് ദിനോം കി ബാത്ത്. ഒരു കവിതയാണ് നാഗാർജുൻ്റെ. അപ്പോൾ കവിതയുടെ മുഴുവനായിട്ടുള്ള മലയാളം മീനിങ്, ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, പ്രവർത്തനങ്ങൾ, ഉത്തരങ്ങൾ എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബഹുത് ദിനോം കി ബാത്ത് ഫസ്റ്റ് ചാപ്റ്റർ ചട്പട്ട് ഓർ നട്ട്കട്ടിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൻ്റെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ആവശ്യമുള്ളവർ കണ്ടു നോക്കുക കേട്ടോ. ബഹുത് ദിനോം കി ബാത്ത്. അപ്പം ആദ്യം നമുക്ക് ഇത് എഴുതിയത് നാഗാർജുനാണ്. ബഹുത് ദിനോം കെ ബാത്ത്, വളരെ ദിവസങ്ങൾക്ക് ശേഷം എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ് വരിക. അപ്പം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. ബഹുത് ദിനോം കെ ബാത്ത് അബ് കി മേനെ ജി ഭർ ദേഖി പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. ബഹുത് ദിനോം കെ ബാത്ത് എന്താണ് പറയുന്നത്? ബഹുത് ദിനോം കെ ബാത്ത് ആദ്യ ലൈൻ്റെ അർത്ഥം വരുന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അബ്കി മേനെ ജി ഭർ ദേഖി, ഇത്തവണ ഞാൻ മനം നിറയെ കണ്ടു. ഇക്കുറി അബ്കി, ഓക്കെ, ഞാൻ, മേനെ പറഞ്ഞാൽ ഞാൻ, ജി ഭർ ദേഖി മനം നിറയെ കണ്ടു. പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ, എന്താണ്? പാകമായ സ്വർണ്ണ നിറത്തിലുള്ള വിളകളുടെ പുഞ്ചിരി. അതായത് പാകമായിട്ട് നിൽക്കുന്ന, പരുവത്തിലെത്തി നിൽക്കുന്ന സ്വർണ്ണ കളറിലുള്ള, സ്വർണ്ണ നിറത്തിലുള്ള വിളകളുടെ പുഞ്ചിരി. അടുത്തത് बहुत दिनों के बाद अब की मैं जी भर सुन पाया दान कुर्ती किशोरियों की कोकिल कंडी तान. बहुत दिनों के बाद, बहुत दिनों के बाद എന്താണ്? വീണ്ടും പറയണ എന്താണ്? ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അബ്കി മേ ജി ഭർ സുൻ പായ എന്നാണ് പറയുന്നത്. ഇത്തവണ മനസ്സ് നിറയെ കേൾക്കാൻ കഴിഞ്ഞു. എന്ത്? നെല്ല് കുത്തുന്ന പെൺകുട്ടികളുടെ കുയിലിന്റെ നാദം പോലുള്ള ആലാപനം എന്നാണ് പറയുന്നത്. ദാൻ കൂർത്തി കിഷോരിയാം എന്ന് പറയുന്നത് നെല്ല് കുത്തുന്ന, അല്ലെങ്കിൽ അത് കള പറിക്കുന്ന, നെല്ല് കുത്തുന്ന പെൺകുട്ടികളുടെ ആ ഒരു കൂർത്തി കിഷോരിയും കി കോകിൽ കണ്ടി. കോകിൽ കണ്ടി പറഞ്ഞ കുയിൽ നാദമാണ് ഇവരുടെ ആലാപനം എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ അടുത്തത് നോക്കാം. बहुत दिनों के बाद अब की मैंने जी भर सूंघे മൗൾസിരി കെ ടേർ ടേർ സെ താസെ ടട്കെ ഫൂൽ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇത്തവണ ഞാൻ മനസ്സ് നിറയെ മണക്കുക എന്നുള്ളതാണ്. സൂങ്കെ എന്താണ്? മൗൾ സീറി കെ ടേ ടേ സെ താസെ ടട്കെ ഫൂൽ എന്നാ പറയുന്നത്. അപ്പം നമുക്കിതിൻ്റെ മൗൾ സീരിയുടെ അർത്ഥം കാണിച്ചു തരാം. മൗൾ സീരി എന്ന് പറഞ്ഞാൽ ഇലഞ്ഞിയാണ്. ഇലഞ്ഞി പൂക്കളുടെ കൂമ്പാരങ്ങൾ എന്നാണ്. ടേർ ടേർ എന്ന് പറഞ്ഞാൽ കൂമ്പാരങ്ങളാണ്, പുത്തൻ കൂമ്പാരങ്ങൾ എന്നാണ് പറയുന്നത് കേട്ടോ. സൂക്ന മണക്കുകയാണ്. അപ്പോൾ അബ്കി ബഹുത് ദിനോം കെ ബാദ് അബ്കി മേനെ ജി ഭർ സൂങ്കെ, മണക്കുകയാണ്. എന്ത്? ഈ ഇലഞ്ഞിപ്പൂക്കളുടെ കൂമ്പാരങ്ങൾ അല്ലെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബഹുത് ദിനോം കെ ബാദ്. അടുത്തത് ബഹുത് ദിനോം കെ ബാദ് അബ്കി മേ ജി ഭർ ഛൂ പായ അപ്നി ഗവൈ പക്കടി കി ചന്ദൻ വർണി തൂൽ. എന്താണ്? കുറേ ദിവസങ്ങൾക്ക് ശേഷം അബ്കി ജി ഭർ ഛൂ പായ, എനിക്ക് മനസ്സ് നിറയെ തൊടാൻ കഴിഞ്ഞു. എന്ത്? അപ്പനി ഗവൈ പറഞ്ഞ അവരുടെ ഗ്രാമത്തിലെ, എൻ്റെ ഗ്രാമത്തിലെ ഇടവഴിയിലെ ചന്ദന നിറമുള്ള മണ്ണ്, ധൂൽ എന്ന് പറഞ്ഞ കേട്ടോ. ഇതിൻ്റെ അർത്ഥം വരുന്നത് ചന്ദൻ വർണ്ണം തന്നെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ധൂൽ പൊടിയാണ് കേട്ടോ, ഡസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ അർത്ഥം വരുന്നത്. എല്ലാത്തിൻ്റെ അർത്ഥം നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ദാൻ കൂട്ടണം, നമ്മൾ ഇതിന്റെ മുന്നിൽ പറഞ്ഞത്
എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജീബർ ദേക്കിയാണ്. അതിനുശേഷം ജീവർ സുൻപായ. സുൻപായ ചെയ്ത എന്താണ്? നെല്ല് കുത്തുന്ന യുവതികളുടെ ആ ഒരു സൗണ്ട് അല്ലെ, ശബ്ദം, കിഷോറിയ കുയിൽ ശബ്ദം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്തത് ലാസ്റ്റത്തെ സ്റ്റാൻസിലേക്ക് കടക്കാം. ബഹുത് ദിനോം കെ ബാദ് അബ്കി മേനെ ജി ബർ താൽ മക്കാന ഗായ എന്ന് പറയുന്നുണ്ട്. എന്താണ്? താൽമക്കാന ഗായ ഗന്നെ ചുസി ജി ബർ എന്നാണ് പറയുന്നത്. സോ നമുക്ക് അർത്ഥങ്ങൾ നോക്കാം. താൽമക്കാന ഒരു ഔഷധ ചെടിയാണ്. ഗന്നെ പറഞ്ഞ കരിമ്പാണ്. ചൂസ്ന വലിച്ചു കുടിക്കുകയാണ് കേട്ടോ. അപ്പൊ നോക്കൂ, കുറെ നാളുകൾക്ക് ശേഷം ഇപ്പൊ എനിക്ക് ഇഷ്ടം പോലെ ഈ പറഞ്ഞ താൽമക്കാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഔഷധ ചെടിയാണ്. അത് കഴിക്കാനും കരിമ്പ് അല്ലെ, ഗന്നെ കരിമ്പ് നുകരാനും കഴിഞ്ഞു. ഏറെ കാലത്തെ കാത്തിരിപ്പത്തിന് ശേഷമാണ് സാധിച്ചതെന്നാ പറയണത്. അടുത്തത് ബഹുത് ദിനോം കെ ബാദ് അബ്കി മേനെ ജി ബർ ബോഗെ ഗന്ധ രൂപ് രസ് ശബ്ദ് സ്പർശ് സബ് സാത്ത് സാത്ത് ഈസ് ഭൂ പർ. എന്താ പറയണത്? കുറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ഭൂമിയിൽ വെച്ച് കാഴ്ചയും മണവും രുചിയും ശബ്ദവും സ്പർശനവും ഒരേ സമയം ആസ്വദിക്കാനും അനുഭവിക്കാനും എനിക്ക് കഴിഞ്ഞു അല്ലെ. ഗ്രാമത്തിലെ പ്രകൃതിയുടെ ഈ വൈവിധ്യമാർന്ന ഭാവങ്ങൾ ഏറെ കാലത്തിന് ശേഷമാണ് ഞാൻ ആസ്വദിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിന്റെ അർത്ഥം വരുന്നത് ഭോഗെ അനുഭവിക്കുക എന്നാണ്. ഗന്ധ് ഗന്ധം, രസ് രസം, ശബ്ദം, സ്പർശം, ഭൂമി ഈ ഭൂമിയിലെ ആ ഒരു ഗന്ധവും ശബ്ദവും രസവും എല്ലാം അനുഭവിക്കാൻ സാധിച്ചു എന്നാണ് പറയണത്. അപ്പൊ ഇതിന്റെ എല്ലാ അർത്ഥവും നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ മീനിങ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. ഫസലും കി മുസ്കാൻ സെ ക്യാ താൽപര്യ ഹെ? വിളവുകളുടെ പുഞ്ചിരി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം फसलों की मुस्कान से तात्पर्य यह है कि गेंद में सोने के रंग का फसलों से समृद्ध है, यानी हरा भरा गेंद की उपज सुंदर लगती है. എന്താണ്? വയലുകളിൽ സ്വർണത്തിന്റെ നിറങ്ങൾ പോലെ വിളവുകൾ സമൃദ്ധമാകുന്നു. എന്തെന്നാൽ പച്ചപ്പ് കൊണ്ട് നിറഞ്ഞ വയലുകൾ വളരെയധികം സുന്ദരമാകുന്നു. दान कूटती किशोरियों की कोगिलगंडी तान, इससे आपने क्या समझा? നെല്ല് കുത്തുന്ന യുവതികളുടെ കുയിലിന്റെ പാട്ട് പോലെ സുന്ദരവും താളാത്മകവുമാകുന്നു പാട്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയതെന്നാണ് ഉത്തരം. इसे समझता है कि ग्रामीण बालाएं मेहनत करते हुए मधुर गीत गाती है और खेती करते समय किशोरियों की मधुर गीत सुनकर मन को बहुत आनंद मिलता है. ഗ്രാമത്തിലെ ബാലികമാർ പണിയെടുക്കുന്ന സമയത്ത്, ബാലികമാരല്ല കിഷോരി എന്നുള്ളത് കൊണ്ടാണ് ബാലിക എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ, മധുരമായ പാട്ട് പാടുകയാകുന്നു. കൃഷി ചെയ്യുന്ന സമയത്ത് ഈ ബാലികമാരുടെ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിന് വളരെയധികം സന്തോഷം ലഭിക്കുന്നു. गवई पगड़ी की चंदन वर्णी धूल यहाँ गांव का कौन सा चित्र प्रकट होता है? ഗ്രാമത്തിന്റെ ഇടവഴിയിലെ ചന്ദനവർണ്ണമുള്ള പൊടി, ഇവിടെ ഗ്രാമത്തിന്റെ എന്ത് ചിത്രമാണ് പ്രകടമാകുന്നത്? यहाँ गांव का सुंदर चित्र प्रकट होता है और गांव की गलियों की सोने का रंग का धूल का एहसास हुआ है. ഇവിടെ ഗ്രാമത്തിന്റെ സുന്ദരമായ ചിത്രം പ്രകടമാകുന്നു. കൂടാതെ ഗ്രാമത്തിന്റെ തെരുവുകളിലെ സ്വർണ്ണ നിറമുള്ള പൊടികളുടെ അനുഭവവുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അടുത്തത് ചർച്ചാ കരയുമാണ്. അബ് മേനെ ജി ബർ ദേഗി അബ്കി മേ ജി ബർ സുൻപായ. ഇത് ചർച്ച ചെയ്യാനാണ്. ഇതിന്റെ വിശേഷതയെ കുറിച്ച് ചർച്ച ചെയ്യുക. ഈ ചർച്ച നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിന്റെ ആൻസർ വേണ്ടവർ ചർച്ച എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. कवि ने कविता में कई विशेष अर्थ वाली पंक्तियों का प्रयोग किया है. ऐसी पंक्तियां पहचान कर लिखे. किशोरियों की कोगिलकंडी दान, पक्की सुनहली फसलों की मुस्कान, माउलसिरी के टेर टेर से तासे तट के फूल, गवई पकड़ी की चंदनवर्णी धूल, गंध रूप रस शब्द स्पर्श सब साथ साथ इस भू पर. ഇത്രയുമാണ് ഇതിൽ വരുന്നത്. അടുത്തത്
സമാന ആശയ വാലി പങ്ക്തിയാ കവിത സെ ചുൻകർ ലിഖിയാണ്. അപ്പം നമുക്ക് 5 പോയിന്റുകളുണ്ട്. ഓരോന്നിൻ്റെയും സമാന ആശയം വരുന്ന വരികൾ ചൂസ് ചെയ്ത് എഴുതുക. ആദ്യം വരുന്നത് ഗേറ്റ് സ്വർണ്ണവർണ്ണി ഫസലോം സെ സമൃദ്ധ ഹെ. ആൻസർ വരുന്നത് അബ്കി മേനെ ജി ബർ ദേക്കി പക്കി സുൻഹലി ഫസലോം കി മുസ്കാനി വരികളാണ് അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. അടുത്തത് ഗ്രാമീൺ ബാലായി മെഹനത് കർത്തെ ഹുയെ മധുർ ഗീത് ഗാത്തി ഹെ. ഉത്തരം അബ്കി മേ ജി ബർ സുൻ പായ ദാൻ കൂട്ടി കിഷോരിയോം കി കോകിൽ കണ്ടി താൻ. അടുത്തത് തന്മൻ की ऊर्ज देने वाली खुशबू फैल जाती है. अबकी मैंने जी भर सूंघे मौलसरी के टेर टेर से तासे टटके फूल. അടുത്തത് तन-मन को ऊर्ज देने वाली खुशबू फैल जाती है. उत्तरम अबकी मैंने जी भर सूंघे मौलसरी की टेर टेर से तासे टटके फूल. അടുത്തത് गाँव की गलियों की सुनहली धूली का एहसास हुआ. उत्तरम अबकी में जी भर छू पाया अपनी गवई पकड़ी की चंदन वर्णी धूल. അടുത്തത് मनपसंद देहाती गाना चखने का मौका मिला. उत्तरम अबकी मैंने जी भर ताल मकाना गाया गन्ने चूसे जी भर. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ വരുന്നത്. അടുത്തത് നമുക്ക് ഈ വാക്കുകളൊക്കെ കവിത സെ ഇൻ പദോം की विशेषता सूचित करने वाले शब्द पहचान कर लिखिയാണ്. ഫസൽ, സുൻഹലി ഫസൽ അവർ തന്നിട്ടുണ്ട്. താൻ, കോകിൽ കണ്ടി താൻ, ഫൂൽ, താസെ ടട്കെ ഫൂൽ, ധൂൽ ചന്ദൻ വർണിയാണ് കേട്ടോ, ചന്ദൻ വർണി ധൂൽ. ഇതാണ് ഇതിൻ്റെ ഉത്തരം വരിക. അടുത്തത് നമുക്ക് കവിതയുടെ ആശയമാണ്. കവിതയുടെ ആശയം ഒന്ന് വായിക്കാം. नागार्जुन की कविता बहुत दिनों के बाद ग्रामीण जीवन की सुंदरता और साधारण सुखों का वर्णन करती है. कविता में कवि ने लंबे समय के बाद गांव लौटने पर अपने अनुभवों को साझा किया है. അപ്പോൾ നാഗാർജുൻ്റെ കവിതയാണ്. ഗ്രാമീണ ജീവിതമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഒരുപാട് കാലത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ആ ഒരു കവി അദ്ദേഹത്തിന്റെ അനുഭവം പങ്കിടുകയാണ്. कवि ने उन छोटे छोटे अनुभवों का वर्णन किया है जिन्हें उन्होंने बहुत दिनों बाद पुनः महसूस किया. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന ആ ഒരു കാര്യങ്ങളുടെ വർണ്ണനയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. वह पकी हुई सुनहरी फसलों की मुस्कान को देखना, किशोरियों के दान कूटने की मधुर आवाज को सुनना, मौलसरी के ताजे फूलों की खुशबू को सूंघना, गवई पकड़ी की धूल को छूना, ताल मकाना गाना और गन्ने चूसना, इन सभी अनुभवों को उन्होंने जी भरकर जिया. कविता का आशय यह है कि साधारण प्राकृतिक और ग्रामीण जीवन की इन छोटी छोटी खुशियों का अनुभव जो शहर के जीवन में शायद ही मिल पाता है अत्यंत सुखद और तृप्तिदायक होता है. ये कविता नॉस्टैल्जिया और प्रकृति के साथ जुड़ाव का एक सुंदर चित्रण है. कवि का संदेश है कि वास्तविक सुख सरलता और प्रकृति के निकटता में निहित है. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇതിൻ്റെ ആശയമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം നമ്മൾ കവിത തുടങ്ങുമ്പോൾ പറഞ്ഞത് കൊണ്ടാണ് വീണ്ടും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇദ്ദേഹമാണ് നാഗാർജുൻ. ഇദ്ദേഹത്തിൻ്റെ ആണ് ഈ ഒരു കവിത. അപ്പോൾ ഇത് വായിച്ചു നോക്കുക അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.